ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 58 കാട്ടുതീയിൽ നിന്നു ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. നമുക്ക് ഈ ദശകത്തിൻ്റെ കഥ ഒന്ന് നോക്കാം. ഈ ദശകത്തിൽ ഭഗവാൻ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ച കഥയാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു പ്രലംബാസുര വധം. ദ്വന്ദ്വയുദ്ധ ക്രീഡയിലും പ്രലംബവധത്തിലും മുഴുകി സമയം കഴിച്ചപ്പോൾ പശുക്കൾ പുല്ല് തിന്ന് ഐശിക വനത്തിൽ പ്രവേശിച്ചു. ഗ്രീഷ്മത്തിൻ്റെ ചൂടില്ലാത്ത വൃന്ദാവനത്തിനു പുറത്തുള്ള ഐശിക വനത്തെ പ്രാപിച്ച പശുക്കൾ അങ്ങയുടെ വിരഹത്താലും ചൂടിൻ്റെ കാഠിന്യത്താലുള്ള ദാഹാധിക്യത്താലും പരവശരായി നിശ്ചലം നിന്നുപോയി. ഭഗവാൻ ഈ അസുരനെ കൊല്ലുന്നതിനിടയിൽ പശുക്കളെ ആരും കുറച്ചു നേരത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ. പ്രലംബവധത്തിനു ശേഷം പശുക്കളെ അന്വേഷിച്ച് അനുയായികളോടുകൂടി ദൂരെ എത്തിയ ഭഗവാൻ അവയെ കണ്ടെത്തി വേഗം വ്രജത്തിലെത്തിക്കാൻ വേണ്ടി അവരോടടുത്തപ്പോൾ ഭയങ്കരമായ കാട്ടുതീ പടർന്നു പിടിച്ചു. അതിഭയങ്കരമായ ശബ്ദത്തോടുകൂടി കാട്ടുതീ ഉയർന്ന് കത്തിയപ്പോൾ മാർഗമടഞ്ഞ് ദുഃഖിതരായിത്തീർന്ന ഗോപന്മാരും ഗോക്കളും ഹാ ഹാ രക്ഷിക്കൂ എന്ന ശബ്ദത്തോടുകൂടി തങ്ങളെ രക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, എല്ലാവരും നല്ലവണ്ണം കണ്ണടയ്ക്കുക. കൃഷ്ണൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് കണ്ണടച്ച് അവർ നിന്നു. കണ്ണു തുറന്നപ്പോൾ അവർ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. കാട്ടുതീയുമില്ല, കാടുമില്ല. പാണ്ഡീര വൃക്ഷച്ചുവട്ടിൽ ഭഗവാന്റെ മുന്നിൽ അവർ നിൽക്കുന്നു. അവർ ഭഗവാന്റെ അദ്ഭുത കൃത്യങ്ങൾ കണ്ട് സന്തുഷ്ടരായി. ഭഗവാന്റെ മായയെക്കുറിച്ച് ചോദിച്ചിട്ടും ഉത്തരം നൽകാതെ പുഞ്ചിരി തൂകി ലീലകളിൽ മുഴുകിയ ഭഗവാനിൽ മനസ്സ് ചേർന്ന ഗോപന്മാർക്ക് ഗ്രീഷ്മം പോലും പുഷ്പസമൃദ്ധി കൊണ്ടല്ലാതെ അറിയാൻ കഴിഞ്ഞില്ല. ഗ്രീഷ്മതാപം ഭക്തിയില്ലാത്തവൻ്റെ താപം പോലെയാണ്. ചളിയാകുന്ന ഗ്രീഷ്മം പോലെ ഭഗവത് ആരാധന മനോമാലിന്യത്തെ മാറ്റുന്നു. ഭഗവാന്റെ കൈകൾ പോലെ ഗ്രീഷ്മവും തേജസ്സുറ്റതാണ്. അങ്ങനെയുള്ള യമുനാ തടത്തിൽ ഭഗവാൻ ഗ്രീഷ്മകാലം കഴിച്ചുകൂട്ടി. നീലാഭയുള്ളതും വിദ്യുത് പീതാംബരമണിഞ്ഞതുമായ മേഘത്താൽ വർഷകാലം സകല ചരാചരങ്ങൾക്കും ആനന്ദം പകരുന്നതുപോലെ ശ്യാമളവർണ്ണനും പീതാംബരനുമായ കൃഷ്ണൻ ആനന്ദം ചരാചരങ്ങൾക്ക് പകർന്നുകൊണ്ട് വർഷക്കാലം ഗോവർദ്ധന ഗുഹകളിൽ ചെലവഴിച്ചു. ഗോവർദ്ധന പർവ്വതം മയിലുകളുടെ പുതിയ നാദം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും വിടർന്ന കുടകപ്പാല, കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ പൂങ്കുല കൊണ്ട് അർച്ചനവും നടത്തി ഭഗവാനെ ആരാധിച്ചു. ശരത്കാലത്തിൽ ഭക്തഹൃദയം പോലെ തെളിഞ്ഞ ജലാശയങ്ങൾ ശോഭിച്ചു. ഫലങ്ങൾ വൃക്ഷങ്ങളിൽ തിങ്ങി നിറഞ്ഞു. അവ ആസ്വദിച്ചും ആസ്വദിപ്പിച്ചും ഭഗവാൻ ശരത്കാലം കഴിച്ചു. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 58 കാട്ടുതീയിൽ നിന്നു ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ശ്ലോകം 1. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമഥനസവിളംബേ ധേനവസ്വൈരചാരാ തൃണകുതുകനിവിഷ്ടാ ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഖ്യമീശാം ബഭൂവു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ത്വയി വിഹരണ ലോലേ ബാലജാലൈ
പ്രലംബ പ്രമഥന സവിളംബേ ധേനവ സ്വൈരചാരാ തൃണ കുതുക നിവിഷ്ടാ ദൂരദൂരം ചരന്ത്യ കിമപി വിപിനം ഐശീകാഖ്യം ഈശാം ബഭൂവു. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വയി അവിടുന്ന്, ബാലജാലൈ ബാലസമൂഹത്തോട് ചേർന്ന്, വിഹരണലോലെ ക്രീഡാനിരതനും, പ്രലംബ പ്രമഥന സവിളംബേ പ്രലംബനെ വധിക്കാൻ താമസിച്ചവനുമായിരിക്കെ, സ്വൈരചാര ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന, ധേനവ പശുക്കൾ, തൃണകുതുക നിവിഷ്ട തൃണത്തിൽ ആഗ്രഹമുള്ളവനായി, ദൂരദൂരം വളരെ ദൂരത്തിലേക്ക്, ചരന്ത്യ ചരിക്കുന്നവകളായി, ഐശീകാഖ്യം ഐശികം എന്നു പേരുള്ള, കിമപി ഒരു, വിപിനം വനത്തെ, ഈശാം ബഭൂവു പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വയി ത്വ നാവുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വിഹരണലോലേ ബാലജാലൈ അവിടെ വിസർഗം ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പ്രലംബ പ്രമഥന സവിളംബേ അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. പ്രലംബ എന്നുള്ളതിൻ്റെ ബാന്ന്, പ്രമഥന വിളംബേ വിളംബേ എന്നുള്ളതിൻ്റെ ബാന്നും മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പ്രമഥന ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധേനവ എന്ന് കഴിഞ്ഞ് വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സ്വൈരചാരാ എന്ന് ഒരു സാന്ന് ചൊല്ലിയാൽ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് ചൊല്ലണം. സ്വൈര അങ്ങനെ ചൊല്ലണം. ധേനവ എന്നുള്ളതിൻ്റെ ധേന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ധേനവ സ്വൈരചാരാ നീട്ടിയിട്ട് വിസർഗം പറയണം. തൃണകുതുക നിവിഷ്ട ഷ്ട എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദൂരദൂരം ചരന്ത്യ അവിടെ വിസർഗം. കിമപി വിപിനമൈഷീകാഖ്യമീശാം ബഭൂവു അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. ഖ്യ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. ബഭൂവു എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമഥന സവിളംബേ ധേനവ സ്വൈരചാരാ തൃണകുതുക നിവിഷ്ടാ ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഖ്യമീശാം ബഭൂവു. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. അനധിഗത നിദാഖ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാതാ കാനനം ധേനവസ്താ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാ സ്തംഭമാപു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. അനധി ഗത നിദാഖ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിർ ഇദം ഉപയാതാ കാനനം ധേനവ സ്താ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മ താപപ്രസര വിസരത് അംഭസ്യാകുല സ്തംഭമാപു. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അനധിഗത നിദാഖ ക്രൗര്യ വൃന്ദാവനാന്താത് ഉഷ്ണകാലത്തിൻ്റെ കടുപ്പം അറിയാത്ത വൃന്ദാവനത്തിൽ നിന്നും ബഹി വെളിയിൽ അകലെയുള്ള ഇദം കാനനം ഈ വനത്തെ ഉപയാത പ്രാപിച്ച ത ധേനവ ആ പശുക്കൾ തവ അങ്ങയുടെ വിരഹവിഷണ്ണ വിരഹത്താൽ വ്യസനിച്ചവയും ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുല ചൂടുള്ള ഗ്രീഷ്മതാപത്തിൻ്റെ കടുപ്പം നിമിത്തം വളരുന്ന ദാഹം കൊണ്ട് വലഞ്ഞവയുമായി സ്തംഭം നിശ്ചേഷ്ടതയെ ആപു പ്രാപിച്ചു. അനധിഗത ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിദാഖ എന്നുള്ളതിൻ്റെ ഖാന്ന് ഊന്നി പറയാനുള്ളതാണ്. ക്രൗര്യ വൃന്ദാവനാന്താത് വൃന്ദ നാദ എന്നാണ്. ബഹിരിതം ഉപയാതാ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ബഹിരിതമുപയാതാ അവിടെ വിസർഗം. കാനനം
ഥേനവസ്താ. ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നീട്ടിയിട്ട് വിസർഗം. തവ വിരഹ വിഷണ്ണ. ണ്ണാന്ന് മെല്ലെ ഊന്നണം. ഊഷ്മള ഗ്രീഷ്മ താപ പ്രസര വിസര ദംഭസ്യാകുല. അതുവരെ ഒന്നിച്ച് ചൊല്ലണം. അംഭസ്യ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം. സ്തംഭമാപു. അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. സ്തംഭം എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. സ്തംഭം ആപു, അതാണ് സ്തംഭമാപു. അനധിഗത നിദാഖ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാത കാനനം ഥേനവസ്താ. തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസര ദംഭസ്യാകുല. സ്തംഭമാപു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.